അനന്തരം യേശുദമ്പുരാൻ അവിടെ നിന്ന് പുറപ്പെട്ട് സൂര്യന്റെ സൈതോന്റെയും പ്രദേശങ്ങളിലേക്ക് വന്നു. ഇതാ പ്രദേശങ്ങളിൽ നിന്ന് കനാൻകാരിയായ സ്ത്രീ, ദാവീദിന്റെ പുത്രനായ എന്റെ കർത്താവിനോട് മനസ്സലിയണമേ, എന്റെ മകൾ പിശാചിനാൽ കഠിനമായി ബാധിക്കപ്പെട്ടിരിക്കുന്നെന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു വന്നു. അവൻ അവളോട് ഉത്തരം പറഞ്ഞില്ല. അപ്പോൾ ശിഷ്യന്മാരുടെ എന്ന് അവനോട് അപേക്ഷിക്കുകയും നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നവളെ പിരിച്ചുവിടണമെന്ന് പറയുകയും ചെയ്തു. അവൻ അവരോട് ഉത്തരമായിട്ട് ഇസ്രായേൽ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ ഞാൻ അയക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അവളോടൊത്ത് വന്ന് അവനെ വന്ദിച്ചു. എൻ്റെ കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശുദമ്പുരാൻ അവളോട് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ സത്യം തന്നെ കർത്താവേ, എന്നാൽ നായ്ക്കളും അവയുടെ ജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾക്ക് തിന്ന് ഉപജീവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശുദമ്പുരാൻ അവളോട്, സ്ത്രീയെ, അതിൻ്റെ വിശ്വാസം വലുതാകുന്നു, നീ ആഗ്രഹിക്കുന്ന പ്രകാരം നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവളുടെ മകൾ സുഖപ്പെടുകയും ചെയ്തു. യേശുദമ്പുരാൻ അവിടം വിട്ട് ഗലീലക്കടലിന്റെ തീരത്ത് എന്ന മലയിൽ കയറിയിരുന്നു. അപ്പോൾ വലിയൊരു പുരുഷാരം അവന്റെ അടുക്കൽ ചെന്നു. അവരോടുകൂടെ മുടന്തന്മാരും കുരുടന്മാരും ഊമന്മാരും അംഗഹീനരും മറ്റു പലരും ഉണ്ടായിരുന്നു. അവരെ യേശുദമ്പുരാന്റെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുകയും അവൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അത് ഓമർ സംസാരിക്കുകയും അംഗഹീന സുഖപ്രാപിക്കുകയും മുടന്തന്മാർ നടക്കുകയും കുരുടന്മാർ കാഴ്ച പ്രാപിക്കുകയും ചെയ്യുന്നതിനെ കാണുന്ന പുരുഷാരങ്ങൾ അത്ഭുതപ്പെടുവാൻ തക്കവണ്ണമായിരുന്നു. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ജനമത്തേ നിന്നു കാനാന്യ സ്ത്രീക്കേ നുച്ചത്തിൽ മഷിഹ കൃപ തോന്നണമെന്നിൽ, കൃപയാൽ പ്രേരിതനായി നിജ സൃഷ്ടികളെ രോഗക്ലേശങ്ങൾ നീക്കി കാപ്പാൻ നീ ലോകം പൂകി ഘോരദുരാത്മാവിൽ നിന്നും രക്ഷിക്കൻ മകളെ സൃഷ്ടിയെ സന്ദർശിച്ചോനെ നാഥ, സ്തുതിയേവം ഹല്ലേലൂയ. രാപ്പകലവൾ പാടും